PSC എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും മലയാളത്തിൻ്റെ 39ാമത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 38 റിവിഷൻ ക്ലാസ് നമ്മൾ അതിഗംഭീരമായി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ 39ാമത്തെ റിവിഷൻ ക്ലാസ് ആണ്. പര്യായപദം, ഇംഗ്ലീഷ് പദങ്ങളുടെ മലയാളം തർജ്ജമ, അതുപോലെ തന്നെ സമാസം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ വളരെ കുറച്ച് പോർഷൻസാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും പര്യായപദങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. നമുക്ക് നോക്കാം. 5 പര്യായപദങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കൈ, കരം, പാണി, ബാഹു. കൈ, കരം, പാണി, ബാഹു. കൈ, കരം, പാണി, ബാഹു. സ്വർണം, കനകം, കാഞ്ചനം, ഹേമം. സ്വർണം, കനകം, കാഞ്ചനം, ഹേമം. സ്വർണം, കനകം, കാഞ്ചനം, ഹേമം. പശു, സുരഭി, ധേനു, ഗോവ്. പശു, സുരഭി, ധേനു, ഗോവ്. മകൻ, പുത്രൻ, തനയൻ, സുതൻ. മകൻ, പുത്രൻ, തനയൻ, സുതൻ. മകൾ, തനുജ, സുത, പുത്രി. മകൾ, തനുജ, സുത, പുത്രി. അടുത്തത് ഇംഗ്ലീഷ് പദങ്ങളുടെ മലയാളം തർജ്ജമയാണ്. ഇംഗ്ലീഷ് പദങ്ങളുടെ മലയാളം തർജ്ജമ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 10 എണ്ണം നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. 10 എണ്ണവും എഴുതി വെച്ച് തന്നെ പഠിക്കുക. അറിയാവുന്നത് എഴുതി വെക്കേണ്ട, അറിയാൻ വയ്യാത്തത് ഒന്ന് എഴുതി വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഇൻ ടൈം, യോജിച്ച സന്ദർഭത്തിൽ. ജസ്റ്റ് ഇൻ ടൈം, യോജിച്ച സന്ദർഭത്തിൽ. കാരിക്കേച്ചർ, തൂലികാ ചിത്രം. കാരിക്കേച്ചർ, തൂലികാ ചിത്രം. സെക്കുലാരിസം, മതനിരപേക്ഷത. സെക്കുലാരിസം, മതനിരപേക്ഷത. പീപ്പിൾസ് പ്ലാൻ, ജനകീയാസൂത്രണം. പീപ്പിൾസ് പ്ലാൻ, ജനകീയാസൂത്രണം. പാമിസ്ട്രി, ഹസ്തരേഖാശാസ്ത്രം. പാമിസ്ട്രി, ഹസ്തരേഖാശാസ്ത്രം. കൾപ്രിറ്റ്, കുറ്റവാളി. കൾപ്രിറ്റ്, കുറ്റവാളി. ഫസ്റ്റ് പേഴ്സൺ, ഉത്തമ പുരുഷൻ. ഫസ്റ്റ് പേഴ്സൺ, ഉത്തമ പുരുഷൻ. തേർഡ് പേഴ്സൺ, പ്രഥമ പുരുഷൻ. തേർഡ് പേഴ്സൺ, പ്രഥമ പുരുഷൻ. സ്റ്റാറ്റസ് ക്യൂ, പൂർവസ്ഥിതി. സ്റ്റാറ്റസ് ക്യൂ, പൂർവസ്ഥിതി. ബ്ലാക്ക് ലെഗ്, കരിങ്കാലി. ബ്ലാക്ക് ലെഗ്, കരിങ്കാലി. നമ്മളിപ്പോൾ ഇതുവരെ 10 ഇംഗ്ലീഷ് പദങ്ങളുടെ മലയാളം തർജ്ജമയും 5 പര്യായ പദങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നന്നായിട്ട് റിവൈസ് ചെയ്യുക, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. ഇന്ന് പഠിച്ചത് നാളെ എടുത്തു നോക്കണം, മറന്നു പോകാതെ. ഇതുവരെ റിവിഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ പോർഷനും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കുക, മറന്നു പോകാതെ. എത്രത്തോളം റിവിഷൻ നടത്തുന്നു അത്രത്തോളം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും. അടുത്തത് നമുക്ക് സമാസത്തിൽ തൽപുരുഷ സമാസം, കുറച്ച് തൽപുരുഷ സമാസം എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആനവാൽ, ആനയുടെ വാൽ. അത് വിഗ്രഹിച്ചെഴുതുമ്പോൾ ആനവാൽ, ആനയുടെ വാൽ. മീൻ പിടിച്ചു, മീനിനെ പിടിച്ചു. മീൻ പിടിച്ചു, മീനിനെ പിടിച്ചു. പൂമണം, പൂവിൻ്റെ മണം. പൂമണം, പൂവിൻ്റെ മണം. പശുക്കുട്ടി, പശുവിൻ്റെ കുട്ടി. പശുക്കുട്ടി, പശുവിൻ്റെ കുട്ടി. കുളക്കോഴി, കുളത്തിലെ കോഴി. കുളക്കോഴി, കുളത്തിലെ കോഴി. നദിക്കര, നദിയുടെ കര. നദിക്കര, നദിയുടെ കര. മലവെള്ളം, മലയിലെ വെള്ളം. മലവെള്ളം, മലയിലെ വെള്ളം. കുറച്ചുകൂടി ഉണ്ട്. തൽപുരുഷ സമാസം വിഗ്രഹിച്ചെഴുതുന്നത് കുറച്ചും കൂടി ഉണ്ട്. 7 ക്വസ്റ്റ്യൻസ് ആണ്. 7 എണ്ണമാണ് നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്തത്. അന്നേരം 5 പര്യായ പദങ്ങൾ, 10 ഇംഗ്ലീഷ് പദങ്ങളുടെ മലയാളം തർജ്ജമ, 7 തൽപുരുഷ സമാസത്തിൻ്റെ ഉദാഹരണം. അത് വിഗ്രഹിച്ചെഴുതുമ്പോൾ എങ്ങനെയാകും എന്നുള്ളത് നമ്മൾ നോക്കി നന്നായിട്ട് റിവൈസ് ചെയ്യുക. കുറേ പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് അറ്റൻഡ് ചെയ്തത്. നന്നായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. അറിയാവുന്നത് വിട്ട് കളഞ്ഞേക്കുക. അറിയാൻ വയ്യാത്തത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുവാൻ വേണ്ടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ഒരു റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു പോർഷൻ നമുക്ക് കാണാം. എല്ലാ മാസവും നമ്മുടെ നാഷണൽ ഇൻ്റർനാഷണൽ ഡേയ്സ് നമ്മൾ ഡെയിലി എല്ലാ മാസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ റിവിഷൻ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത കൂടി, അതാത് ദിവസത്തിൻ്റെ പ്രത്യേകത കൂടി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, റിവിഷൻ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതാത് ദിവസത്തിൻ്റെ പ്രത്യേകതയും മാക്സിമം നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്ന കുറച്ച് ഫാക്ട്സ്, ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ്, അമെൻമെൻറ്റ്സ് അതെല്ലാം നമുക്ക് നോക്കണം. അതാത് ദിവസം തന്നെ ഷോർട്ട്സ് വീഡിയോ ആയിട്ടായിരിക്കും അത് വരുന്നത്. നന്നായിട്ട് തന്നെ റിവിഷൻ നടത്തി നമ്മുടെ ഈ വർഷം തന്നെ നമുക്ക് മാക്സിമം
മാർക്ക് വാങ്ങിക്കുവാൻ നമുക്ക് പറ്റണം, റാങ്ക് ലിസ്റ്റിൽ വരണം, ജോലിക്ക് കയറണം. നമ്മുടെ ലക്ഷ്യം അതാണ്. എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു, നമുക്ക് ജോലി വേണം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കളക്ട് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് എത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അറ്റൻഡ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. തെറ്റിപ്പോകുന്നത് അത് ക്ലിയർ ആക്കിയിട്ട് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാവുള്ളൂ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു.